നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്ററായ ബഡ്ജറ്റ് ദ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ ഇംഗ്ലീഷ് മലയാളം മീഡിയം നോട്ട്സാണ്, ഡീറ്റെയിൽഡ് നോട്ട്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ഇംഗ്ലീഷ് നോട്ട് വായിക്കും, പിന്നെ മലയാളം മീഡിയം നോട്ടാണ് വായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഫ്രണ്ട് അടിച്ച് പോയി കഴിഞ്ഞാൽ മലയാളം മീഡിയം നോട്ടിൻ്റെ പോർഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനൊരു കോൺവെർസേഷൻ പാർട്ട് ഒരു പിക്ചറൈസ് ചെയ്ത് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ മലയാളം മീഡിയംകാരും ഇംഗ്ലീഷ് മീഡിയംകാരും ജസ്റ്റ് അത് നോക്കുക. അതിൻ്റെ അകത്ത് ഉള്ള ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഹാവ് യു ലിസൺ ദ കോൺവെർസേഷൻ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദിസ് ഫാമിലി? ആ ഫാമിലിയുടെ മെമ്പേഴ്സിൻ്റെ കോൺവെർസേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. വാട്ട് ആർ ദ എക്സ്പെൻസസ് മെൻഷൻഡ് ഇൻ ദ കോൺവെർസേഷൻ? ഈ കോൺവെർസേഷനിൽ ഏതൊക്കെ ചിലവുകളെ കുറിച്ചാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഏതൊക്കെയാണ്? പേയിങ് ഓഫ് ഡെബ്റ്റ്സ് അല്ലേ, ഈ കടം വീട്ടുന്നതിനെക്കുറിച്ച്, ബൈയിങ് മെഡിസിൻസ് മരുന്നൊക്കെ വാങ്ങുന്നതിനെക്കുറിച്ച്, പേയിങ് ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുന്നതിനെക്കുറിച്ച്, ബൈയിങ് ക്ലോത്ത്സ് വസ്ത്രങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ച്, പേയിങ് ഓഫ് ഫോർ ചിട്ടി അടയ്ക്കുന്നതിനെക്കുറിച്ച്. ഇനി നമുക്ക് മലയാളം മീഡിയംകാർക്കുള്ളത് നോക്കാം. കടം വീട്ടൽ, മരുന്നുകൾ വാങ്ങൽ, വൈദ്യുതി ബില്ല് അടയ്ക്കൽ, വസ്ത്രങ്ങൾ വാങ്ങൽ, ചിട്ടിക്ക് പണം നൽകുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ നീഡ്സ് ഇൻ അവർ ഡെയിലി ലൈഫ് ദാറ്റ് വി സ്പെൻഡ് മണി ഓൺ? നമ്മൾ ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ പണം സ്പെൻഡ് ചെയ്യണത്? എന്തിനൊക്കെയാണ്? ഫുഡ്, ക്ലോത്ത്സ്, ഹെൽത്ത്, എൻ്റർടൈൻമെൻറ്റ്, ഇലക്ട്രിസിറ്റി, എഡ്യൂക്കേഷൻ, ഫോൺ, ട്രാവലിംഗ്, ന്യൂസ് പേപ്പർ. മലയാളം മീഡിയംകാർക്കുള്ളത് ഭക്ഷണം, വിനോദം, ആരോഗ്യം, വൈദ്യുതി, വിദ്യാഭ്യാസം, ഫോൺ, യാത്ര, പത്രം, വസ്ത്രങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫാമിലി എക്സ്പെൻഡിച്ചർ? എന്താണ് ഫാമിലി എക്സ്പെൻഡിച്ചർ? എന്താണ് കുടുംബ ചിലവ്? എന്താണ്? ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ബൈ എ ഫാമിലി ഫോർ ഫുഡ് കൺസപ്ഷൻ ആൻഡ് നോൺ ഫുഡ് കൺസപ്ഷൻ ഫോർ എ പർട്ടിക്കുലർ പീരിയഡ് ഈസ് കോൾഡ് ഫാമിലി എക്സ്പെൻഡിച്ചർ. അതായത് ഒരു പർട്ടിക്കുലർ പീരിയഡിൽ ഒരു ഫാമിലി ഫുഡിന് വേണ്ടിയും ഫുഡിനല്ലാതെയും നോൺ ഫുഡ് കൺസപ്ഷന് വേണ്ടിയും ചിലവാക്കുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ ഫാമിലി എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ കുടുംബ ചിലവെന്ന് പറയുന്നത്. ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായി ചെലവഴിക്കുന്ന ആകെ തുകയെ കുടുംബ ചെലവ് എന്ന് വിളിക്കുന്നു. അടുത്തത്, ഹൗ ടു കാറ്റഗറൈസ് ഫാമിലി എക്സ്പെൻഡിച്ചർ? കുടുംബ ചെലവിനെ നമുക്ക് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം, എങ്ങനെ തരംതിരിക്കാം? എങ്ങനെയാണ്? എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ രണ്ടായിട്ടാണ് നമുക്ക് ഫാമിലി എക്സ്പെൻഡിച്ചറിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. പ്രതീക്ഷിത ചെലവ് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറും അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറും. എന്താണ് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ? എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഇസ് ദ എക്സ്പെൻഡിച്ചർ ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഇൻ എ ഫാമിലി ഫോർ എ പർട്ടിക്കുലർ പീരിയഡിൽ. ഒരു പർട്ടിക്കുലർ പീരിയഡിൽ ഒരു ഫാമിലി എക്സ്പെക്ട് ചെയ്യുന്ന ചിലവിനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ആസ് മന്ത്ലി ആൻഡ് ആനുവലി. ഇതിനെ നമുക്ക് മാസം തോറും പിന്നെ വാർഷികമായിട്ടും പിന്നെ മന്ത്ലി ആയിട്ടും ആനുവൽ എന്ന് വെച്ചാൽ വാർഷികമായിട്ടും കണക്കാക്കാം. എക്സാമ്പിൾ, ഫുഡ്, ഇലക്ട്രിസിറ്റി ബിൽസ് എക്സെട്ര. ഫുഡ് പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് ഇതൊക്കെ എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറിൻ്റെ എക്സാമ്പിളാണ്. ഇനി അപ്രതീക്ഷിത ചിലവുകൾ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ദ എക്സ്പെൻഡിച്ചർ ദാറ്റ് എ ഫാമിലി കനോട്ട് ഫിക്സ് ഇൻ അഡ്വാൻസ് ഫോർ എ പർട്ടിക്കുലർ പീരിയഡ് ആൻഡ് വിച്ച് ഒക്കേഴ്സ് ആക്സിഡൻ്റലി ഈസ് ടേംഡ് ആസ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായിട്ട് ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്നതുമായിട്ടുള്ള ചെലവിനെയാണ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഡിസീസസ്, പ്രകൃതി ദുരന്തങ്ങളും പിന്നെ രോഗങ്ങൾ, ഇതൊക്കെ എന്താണ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ മലയാളം മീഡിയം നോട്ടാണ് ഈ തന്നിട്ടുള്ളത്. പ്രതീക്ഷിത ചെലവുകൾ, അപ്രതീക്ഷിത ചെലവുകൾ. പ്രതീക്ഷിത ചെലവുകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാലയളവിൽ ഒരു കുടുംബത്തിൽ പ്രതീക്ഷിക്കുന്ന ചെലവാണ് പ്രതീക്ഷിത ചെലവ്. ഇത് പ്രതിമാസമായും വാർഷികമായും കണക്കാക്കാം. ഉദാഹരണം, ഭക്ഷണം, വൈദ്യുതി ബില്ല് മുതലായവ. അപ്രതീക്ഷിത ചിലവുകൾ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് ഒരു നിശ്ചിത കാലയളവിൽ മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായി സംഭവിക്കുന്നതുമായ ചെലവുകളെ അപ്രതീക്ഷിത ചെലവുകൾ എന്ന് വിളിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ, രോഗങ്ങൾ മുതലായവ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഗിവിംഗ് മോർ എക്സാമ്പിൾസ് ഫോർ അൺഎക്സ്പെക്റ്റഡ് ആൻഡ് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറിനും അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറിനും കൂടുതൽ എക്സാമ്പിൾസ് നോക്കിയോളൂ. എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ, റൈസ് നമ്മുടെ അരി, ഗ്രോസറി പലവ്യഞ്ജനം, ക്ലോത്ത്സ് വസ്ത്രങ്ങൾ, എഡ്യൂക്കേഷൻ, ട്രാവൽ യാത്ര, എൻ്റർടൈൻമെൻറ്റ് വിനോദം, ഫോൺ, ന്യൂസ് പേപ്പർ, പേയിങ് ഓഫ് ഡെബ്റ്റ്സ്, ഇതൊക്കെ എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറാണ്. നമുക്ക് ഇങ്ങനെ ഈ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് തരും. അതിനെ എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്നും അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്നും തരംതിരിക്കാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് നോക്കി വെച്ചോളണം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലവുകൾ അല്ലേ. പേയിങ് ഓഫ് ഡെബ്റ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഈ കടമൊക്കെ വീട്ടുന്നത്. ന്യൂസ് പേപ്പർ എന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ നമ്മൾ എല്ലാ മാസവും വരുത്തുന്നതാണല്ലോ. അപ്പോൾ അതിന് ഒരു എമൗണ്ട് എന്തായാലും നമുക്ക് ആ മാസം കൊടുക്കണം.
അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറിലാണ് വരുന്നത്. ഇനി അടുത്തത് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറിൽ വരുന്നത് ഏതൊക്കെയാണ്? ആക്സിഡൻറ്റ്. നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ ഇന്ന് നമുക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കും എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ലല്ലോ അല്ലേ? അപ്പോൾ അതൊക്കെ ആകസ്മികമായിട്ട് വന്നു ചേരുന്നതാണ്. അടുത്ത ഡിസീസ്, പ്രൈസ് ഹൈക്ക് അല്ലേ, വില കൂട്ടൽ, വില വർധനവ്, പിന്നെ എപ്പിഡമിക്സ്, മഹാമാരികൾ, പിന്നെ ഡെത്ത്, മരണം, ഇതൊക്കെ എന്താണ്? അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറാണ് അല്ലേ, നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തത്. മലയാളം മീഡിയംകാർക്കുള്ള നോക്കിയുള്ളൂ. പ്രതീക്ഷിത ചെലവിൽ ഏതാണ്? അരി, പലചരക്ക്, വസ്ത്രം, വിദ്യാഭ്യാസം, യാത്ര, വിനോദം, ഫോൺ, പത്രം, വായ്പ, തിരിച്ചടവ്. അടുത്തത് അപ്രതീക്ഷിത ചെലവിൽ അപകടം, രോഗം, വിലക്കയറ്റം, മഹാമാരി, മരണം. നെക്സ്റ്റ്, വാട്ട് ഈസ് ഫാമിലി ഇൻകം? എന്താണ് കുടുംബ വരുമാനം അല്ലേ? ഫാമിലി ഇൻകം ഇസ് ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ഫാമിലി ഇൻ എ പർട്ടിക്കുലർ പീരിയഡ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. വ്യത്യസ്ത സോഴ്സിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പീരിയഡിൽ ഒരു ഫാമിലിക്ക് ലഭിക്കുന്ന ടോട്ടൽ വരുമാനത്തെയാണ് നമ്മൾ ഫാമിലി ഇൻകം എന്ന് പറയുന്നത്. By spending the income effectively, a family can develop the habit of saving, deal with unexpected expenditure and improve the standard of life. നമ്മൾ ഈ ഇൻകം വളരെ എഫക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യുന്നതിലൂടെ, ചിലവാക്കുന്നതിലൂടെ ഒരു ഫാമിലിക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നു. എന്തൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നു? ദ ഹാബിറ്റ് ഓഫ് സേവിങ്, സേവിങ്, പിന്നെ ഡീൽ വിത്ത് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. അങ്ങനെ നമ്മൾ സേവ് ചെയ്യുന്നതിലൂടെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു എക്സ്പെൻഡിച്ചർ വരികയാണെങ്കിൽ അതിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ കഴിയുന്നു. അടുത്തത് ആൻഡ് ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫിൻ്റെ സ്റ്റാൻഡേർഡ് അല്ലേ, അത് കൂടുന്നു, ജീവിത നിലവാരം വർദ്ധിക്കുന്നു. അപ്പോൾ നോക്കുള്ളൂ, എന്താണ് കുടുംബ വരുമാനം? വിവിധ സ്രോതസ്സുകളിൽ നിന്നും ഒരു പ്രത്യേക കാലയളവിൽ ഒരു കുടുംബത്തിന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. വരുമാനം ഫലപ്രദമായി ചെലവഴിക്കുന്നതിലൂടെ ഒരു കുടുംബത്തിന് സമ്പാദ്യശീലം വളർത്തിയെടുക്കാനും അപ്രതീക്ഷിത ചെലവുകൾ കൈകാര്യം ചെയ്യാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കഴിയുന്നു. അടുത്തത്, വാട്ട് ഈസ് ഫാമിലി ബഡ്ജറ്റ്? എന്താണ് ഫാമിലി ബഡ്ജറ്റ്? ഫാമിലി ബഡ്ജറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ പ്ലാൻ ദാറ്റ് ഈസ് പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ദ എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ ഫാമിലി ഇൻ എ പർട്ടിക്കുലർ പീരിയഡ്. ഫാമിലി ബഡ്ജറ്റ് ഇസ് ദ ഫിനാൻഷ്യൽ പ്ലാൻ. ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ആണ് ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അത് പ്രിപ്പയർ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഏതിൻ്റെ ബേസ് ചെയ്തിട്ടാണ്? എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. ആ പ്രതീക്ഷിത വരുമാനവും പ്രതീക്ഷിത ചെലവിനെയും ബേസ് ചെയ്ത് ഒരു ഫാമിലി തയ്യാറാക്കുന്ന ഫിനാൻഷ്യൽ പ്ലാനിനെയാണ് നമ്മൾ ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു പർട്ടിക്കുലർ പീരിയഡ് അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലയളവിലേക്കാണ് തയ്യാറാക്കുന്നത്. ഒന്നുകിൽ മാസത്തിൽ, അല്ലെങ്കിൽ വർഷത്തിൽ, അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കൽ, അങ്ങനെയാണ് ഫാമിലി ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കുന്നത്. The family budget that can be prepared on a monthly or annual basis will differ according to the size, income and needs of the family. Family budget നമുക്ക് മന്ത്ലിയോ ആനുവലിയോ പ്രിപ്പയർ ചെയ്യാം. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? വിൽ ഡിഫർ അക്കോർഡിംഗ് ടു അത് ഡിഫർ ആവും അല്ലേ, വ്യത്യാസപ്പെടാം. ഫാമിലി ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കുന്ന ആ കാലയളവ് വ്യത്യാസപ്പെടാം. എന്തിൻ്റെ ബേസിസിലാണ് അത് തയ്യാറാക്കുന്നത്, വ്യത്യാസപ്പെടുന്നത്? അക്കോർഡിംഗ് ടു ദ സൈസ്, ഇൻകം ആൻഡ് നീഡ്സ് ഓഫ് ദി ഫാമിലി. ഫാമിലിയുടെ സൈസ് എത്രയാണോ, അല്ലെങ്കിൽ അവരുടെ ഇൻകം എത്രയാണോ, അവരുടെ ഫാമിലിയുടെ നീഡ് എന്താണോ, ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെയൊക്കെ ബേസ് ചെയ്ത് ഇത് തയ്യാറാക്കുന്ന ആ കാലയളവിൽ മാറ്റം വരാവുന്നതാണ്. അപ്പോൾ നോക്കൂ, എന്താണ് കുടുംബ ബഡ്ജറ്റ്? ഒരു പ്രത്യേക കാലയളവിൽ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷിക്കുന്ന വരുമാനവും ചെലവും അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബഡ്ജറ്റ്. കുടുംബത്തിന്റെ വലിപ്പം, വരുമാനം, ആവശ്യങ്ങൾ എന്നിവ അനുസരിച്ച് പ്രതിമാസത്തിലേക്കോ അല്ലെങ്കിൽ വാർഷിക അടിസ്ഥാനത്തിലോ കുടുംബ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് യുവർ ഫാമിലി ബഡ്ജറ്റ്? ഫാമിലി ബഡ്ജറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇൻക്രീസ് ഇൻ ഇലക്ട്രിസിറ്റി ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ലിലുള്ള വർധനവ്. ഇൻക്രീസ് ഇൻ കുക്കിംഗ് ഗ്യാസ് പ്രൈസസ്, കുക്കിംഗ് ഗ്യാസിൻ്റെ പ്രൈസിലുണ്ടാകുന്ന വർധനവ്. ഇൻക്രീസ് ഇൻ പെട്രോൾ ആൻഡ് ഡീസൽ പ്രൈസസ്, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പ്രൈസ് കൂടുന്നത്. ഇൻക്രീസ് ഇൻ മെഡിസിൻ പ്രൈസസ്, മെഡിസിൻ്റെ പ്രൈസസ് ഇൻക്രീസ് ചെയ്യുന്നത്. പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങൾ, എപ്പിഡമിക്സ്, മഹാമാരി. ഇൻക്രീസ് ഇൻ വേരിയസ് ടൈപ്സ് ഓഫ് ബിൽസ്, വ്യത്യസ്ത തരത്തിലുള്ള ബില്ലുകളൊക്കെ ഇൻക്രീസ് ചെയ്യുന്നു. വാട്ടർ ബില്ല്, അങ്ങനെയൊക്കെയുള്ള ബില്ലുണ്ടല്ലോ, അതൊക്കെ ഇൻക്രീസ് ചെയ്യുന്നത്. പ്രൈസ് ഹൈക്ക്, വില വർധനവ്. ടാക്സ് ഇൻക്രീസ്, ടാക്സ് വർദ്ധിക്കുന്നത്. പിന്നെ വാർ, യുദ്ധം. ഇതൊക്കെ നമ്മുടെ ഫാമിലി ബഡ്ജറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. കുടുംബ ബഡ്ജറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: 1. വൈദ്യുതി നിരക്ക് വർധനവ്, പാചകവാതക വിലയിൽ വർധനവ്, പെട്രോൾ ഡീസൽ വിലയിൽ വർധനവ്, മരുന്ന് വിലയിലുള്ള വർധനവ്, പ്രകൃതി ദുരന്തങ്ങൾ, മഹാമാരികൾ, വിവിധ തരത്തിലുള്ള ബില്ലുകളിലുള്ള വർധനവ്, വില വർധനവ്, നികുതി വർധനവ്, യുദ്ധം. അടുത്ത ക്വസ്റ്റ്യൻ,
വെൻ ഡസ് ദ ഫാമിലി ഇൻകം ബിക്കം സ്റ്റേബിൾ? എപ്പോഴാണ് നമ്മുടെ ഫാമിലി ഇൻകം, കുടുംബ വരുമാനം സ്റ്റേബിൾ ആകുന്നത്, സ്ഥിരമാകുന്നത്, സുസ്ഥിരമാകുന്നത് എപ്പോഴാണ്? ദ ഫാമിലി ഇൻകം ബിക്കം സ്റ്റേബിൾ വെൻ ദ ഇൻകം ഈസ് മോർ ദാൻ ദ എക്സ്പെൻഡിച്ചർ ഓർ വെൻ ദ ഇൻകം ആൻഡ് ദ എക്സ്പെൻഡിച്ചർ ആർ ഈക്വൽ. നമ്മുടെ ഫാമിലി ഇൻകം എക്സ്പെൻഡിച്ചറും ഒന്നുകിൽ ഈക്വൽ ആവുമ്പോൾ, അല്ലെങ്കിൽ ഫാമിലി ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവാകുമ്പോഴാണ് നമ്മുടെ ഫാമിലി ഇൻകം എന്താവുന്നത്? സ്റ്റേബിൾ ആകുന്നത്. മനസ്സിലായല്ലോ? എപ്പോഴാണ് കുടുംബ ബഡ്ജറ്റ് സുസ്ഥിരത കൈവരിക്കുന്നത്? വരുമാനം ചെലവിനേക്കാൾ കൂടുതലാകുമ്പോഴോ വരുമാനവും ചെലവും തുല്യമാകുമ്പോഴോ ആണ് കുടുംബ ബഡ്ജറ്റ് സ്ഥിരത കൈവരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി റെഡ്യൂസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഫാമിലി? നമ്മുടെ ഫാമിലിയുടെ എക്സ്പെൻഡിച്ചർ, ചെലവ് നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, എങ്ങനെ കുറയ്ക്കാം? ഒന്നാമത്തെ നോക്കിയോളൂ, യൂസ് ലോക്കലി അവൈലബിൾ റിസോഴ്സസ് ഫോർ ഫുഡ്. ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ ലോക്കലായിട്ട് കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുക. 2, കൾട്ടിവേറ്റ് യുവർ ഓൺ ഫുഡ് റിസോഴ്സസ്. നമ്മൾ സ്വന്തമായിട്ട് ഭക്ഷ്യവിഭവങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യുക, കൃഷി ചെയ്തെടുക്കുക. മേക്ക് മാക്സിമം യൂസ് ഓഫ് ദി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ആൻഡ് ഫെയർ പ്രൈസ് ഷോപ്സ്. നമ്മൾ പൊതുവിതരണ സംവിധാനങ്ങളും പിന്നെ ന്യായവില കടകളും പരമാവധി പ്രയോജനപ്പെടുത്തുക. ഡിപ്പെൻഡ് ഓൺ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിനും ട്രീറ്റ്മെൻറ്റ്, ചികിത്സയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ സർക്കാർ സ്ഥാപനങ്ങളെ ആശ്രയിക്കുക, ഡിപ്പെൻഡ് ചെയ്യുക. അടുത്തത്, ബൈ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ടുഗദർ ആസ് മച്ച് ആസ് പോസിബിൾ. നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം ഹൗസ് ഹോൾഡ് ഐറ്റംസ് അല്ലെങ്കിൽ വീട്ടു സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങുക, കഴിയുന്നത്ര വീട്ടു സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങുക. യൂസ് ഇലക്ട്രിസിറ്റി, ടെലിഫോൺ എക്സെട്ര ഓൺലി ആസ് നീഡഡ്. ആവശ്യത്തിന് മാത്രം ഇലക്ട്രിസിറ്റിയും ടെലഫോണും ഉപയോഗിക്കുക. കുടുംബത്തിൻ്റെ ചെലവ് എങ്ങനെ കുറയ്ക്കാം? ഭക്ഷണത്തിനായി പ്രാദേശികമായി ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിക്കുക, ഭക്ഷ്യവിഭവങ്ങൾ സ്വന്തമായി കൃഷി ചെയ്യുക, പൊതുവിതരണ സംവിധാനങ്ങളും ന്യായവില കടകളും പരമാവധി പ്രയോജനപ്പെടുത്തുക, ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനും സർക്കാർ സ്ഥാപനങ്ങളെ ആശ്രയിക്കുക, വീട്ടുസാധനങ്ങൾ കഴിയുന്നത്ര ഒരുമിച്ച് വാങ്ങുക, വൈദ്യുതി, ടെലിഫോൺ മുതലായവ ആവശ്യത്തിന് മാത്രം ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു ഫാമിലി ബഡ്ജറ്റാണ് ഇത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ തന്നിട്ടുള്ള ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് പേജ് നമ്പർ 157 മലയാളം മീഡിയംകാരും ഇംഗ്ലീഷ് മീഡിയംകാരും പേജ് നമ്പർ 157 ഈ ഒരു പിക്ചർ നോക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ഫാമിലി ബഡ്ജറ്റ്? ഈ ഫാമിലി ബഡ്ജറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി? എക്സ്പെൻഡിച്ചർ ഈസ് മോർ ദാൻ ദ ഇൻകം. ഇൻകത്തേക്കാൾ കൂടുതൽ അവിടെ ഏതാണ് കൂടുതൽ? എക്സ്പെൻഡിച്ചറാണ് അല്ലേ? വരുമാനത്തേക്കാൾ ചെലവ് കൂടുതൽ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് സജഷൻസ് ക്യാൻ യു ഗീവ് ടു ടേൺ ദിസ് ഫാമിലി ബഡ്ജറ്റ് ഇൻ ടു എ സർപ്ലസ് വൺ? ഈ ഫാമിലി ബഡ്ജറ്റിനെ ഒരു മിച്ച ബഡ്ജറ്റാക്കാൻ അല്ലേ, എന്ന് വെച്ചാൽ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട്, ചിലവ് കുറയ്ക്കുകയും വരുമാനം കൂട്ടുകയോ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സജഷൻസ് നൽകാൻ കഴിയുമെന്ന്. ഏതൊക്കെയാണ് സജഷൻസ്? 1, ഇൻക്രീസ് ദ സോഴ്സ് ഓഫ് ഇൻകം. ഇൻകത്തിൻ്റെ സോഴ്സ് വർദ്ധിപ്പിക്കുക. രണ്ടാമത്തത്, റെഡ്യൂസ് എക്സ്പെൻഡിച്ചർ. ചെലവ് കുറയ്ക്കുക. വളരെ നല്ല 2 സജഷൻസ് ആണ്. അടുത്ത മൂന്നാമത്തെ സജഷൻ, സ്പെൻഡ് ഓൺലി ഫോർ വാട്ട് യു നീഡ്. നിങ്ങൾക്ക് ആവശ്യത്തിന് മാത്രം ചിലവഴിക്കുക, ആവശ്യമുള്ളതിന് മാത്രം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, സ്പെൻഡ് ഓൺലി ഫോർ വാട്ട് യു നീഡ്. അടുത്തത്, കൺട്രോൾ ലക്ഷറീസ് ആൻഡ് നോൺ എസെൻഷ്യൽ എക്സ്പെൻസസ്. ലക്ഷറീസ്, ആഡംബരങ്ങളും പിന്നെ നോൺ എസെൻഷ്യൽ എക്സ്പെൻസസ്, അത്യാവശ്യമല്ലാത്ത ചെലവുകളും എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക. അത്യാവശ്യമല്ലാത്ത സാധനങ്ങൾ വാങ്ങി കൂട്ടരുതെന്ന് കേട്ടോ. പിന്നെ ആഡംബര വസ്തുക്കൾ അങ്ങനെ വാങ്ങി കൂട്ടരുതെന്ന്, അതൊക്കെ കൺട്രോൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻകം കൂടുകയും എക്സ്പെൻഡിച്ചർ കുറയുകയും ചെയ്യും. അപ്പോൾ മലയാളം മീഡിയംകാർക്ക് ഈ കുടുംബ ബഡ്ജറ്റിൻ്റെ പ്രത്യേകത എന്താണ്? വരവ് കുറവും ചെലവ് കൂടുതലും. ഈ കുടുംബ ബഡ്ജറ്റ് മിച്ച ബഡ്ജറ്റാക്കി മാറ്റാൻ നിങ്ങൾക്ക് എന്ത് നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയും? എന്താണ്? 1, വരുമാന സ്രോതസ് വർദ്ധിപ്പിക്കുക, ചെലവ് കുറയ്ക്കുക, ആവശ്യമുള്ളതിന് മാത്രം പണം ചെലവഴിക്കുക, ആഡംബരങ്ങളും അനാവശ്യ ചെലവുകളും നിയന്ത്രിക്കുക. അടുത്തത്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് എ ഫാമിലി ബഡ്ജറ്റ്? ഒരു ഫാമിലി ബഡ്ജറ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് 6 ഉണ്ട് കേട്ടോ. ഒന്നാമത്തത്, റെക്കഗ്നൈസിങ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകം. നമുക്ക് എവിടെ നിന്നൊക്കെ ഇൻകം ലഭിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുന്നു. 2, അഡ്ജസ്റ്റിംഗ് ദ എക്സ്പെൻഡിച്ചർ ടു മാച്ച് ദ ഇൻകം. ഇൻകമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എക്സ്പെൻഡിച്ചറിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നു. 3, മോഡറേറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് പ്രാക്ടീസ്ഡ്. ഒരു മിതമായ നിരക്കിലുള്ള ചെലവ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നു.
4. ഓവർ എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് കൺട്രോൾഡ്. ഓവറായിട്ടുള്ള എക്സ്പെൻഡിച്ചർ വരികയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാനും അത് കൺട്രോൾ ചെയ്യാനും കഴിയുന്നു. സെൻസ് ഓഫ് സെൽഫ് റിലയൻസ്, സ്വാശ്രയബോധം ഉണ്ടാകുന്നു. ഫിനാൻഷ്യൽ ഗ്രോത്ത് ആൻഡ് വെൽ ബീയിങ് ക്യാൻ ബി അച്ചീവ്ഡ്. ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകുന്നു, സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നു, ആൻഡ് വെൽ ബീയിങ് പിന്നെ സാമ്പത്തിക ക്ഷേമം ഉണ്ടാകുന്നു. അതൊക്കെ നമുക്ക് നേട്ടം അച്ചീവ് ചെയ്യാൻ കഴിയുന്നു. ഇതൊക്കെയാണ് ഫാമിലി ബഡ്ജറ്റ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്. കുടുംബ ബഡ്ജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? വിവിധ വരുമാന സ്രോതസ്സുകൾ തിരിച്ചറിയുന്നു, മിതവ്യയശീലം, വരവിനനുസരിച്ച് ചെലവ് ക്രമീകരിക്കുന്നു, അധിക ചെലവുകൾ തിരിച്ചറിഞ്ഞ് നിയന്ത്രിക്കാൻ സാധിക്കുന്നു, സ്വാശ്രയബോധം, സാമ്പത്തിക അഭിവൃദ്ധിയും ക്ഷേമവും കൈവരിക്കാൻ സാധിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഡസ് ദ ഗവൺമെൻറ് സ്പെൻഡ് മണി ഓൺ? ഈ ഗവൺമെൻറ് ഏതൊക്കെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് മണി സ്പെൻഡ് ചെയ്യുന്നതെന്ന്? റോഡ് കൺസ്ട്രക്ഷൻ, വെൽഫെയർ പെൻഷൻ, ഗ്യാസ് പൈപ്പ് ലൈൻ, ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ, സാലറി, കൺസ്ട്രക്ഷൻ ഓഫ് ഹോസ്പിറ്റൽ, ഇൻട്രസ്റ്റ്. അപ്പോൾ ഇങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്നും പഠിക്കേണ്ട, കുറച്ചൊരു 3-4 പഠിച്ചു വെച്ചിരുന്നാൽ മതി കേട്ടോ. പിന്നെ സോഷ്യൽ വെൽഫെയർ സ്കീംസ്, എക്സ്പെൻസസ് ഫോർ ഡിഫൻസ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, പോർട്ട് കൺസ്ട്രക്ഷൻ തുറമുഖ നിർമ്മാണം, എനർജി പ്രൊഡക്ഷൻ ഊർജ്ജോൽപാദനം, എയർപോർട്ട് കൺസ്ട്രക്ഷൻ നമ്മുടെ എയർപോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലേ, പിന്നെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ പരിസ്ഥിതിയുടെ സംരക്ഷണം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമ്മുടെ റേഷൻ കടകൾ വഴി അതിനൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഗവൺമെൻറ് മണി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മലയാളം മീഡിയംകാർക്കുള്ളത് ഇതാ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൽ നോക്കിയിട്ട് ഇതിൽ ആവശ്യമായ ഒരു 4-5-6 എഴുതിയെടുക്കുക കേട്ടോ. അടുത്തത്, വാട്ട് ഈസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ? എന്താണ് പൊതു ചിലവ്? പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇസ് ദ എമൗണ്ട് സ്പെൻഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ ഡെവലപ്മെൻറ്റൽ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനും നോൺ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട് ഗവൺമെൻറ് ചിലവഴിക്കുന്ന പണമാണ് എന്ത് പറയുന്നത്? പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ആസ് ദ ഗവൺമെൻറ് എക്സ്പാൻഡ്സ് ഇസ് ആക്ടിവിറ്റീസ്. ഈ ഗവൺമെൻറ് അവരുടെ ആക്ടിവിറ്റീസ് എക്സ്പാൻഡ് ചെയ്യുന്നതിലൂടെ ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ആവുന്നു. അതായത് ഗവൺമെൻറ് എത്രത്തോളം കൂടുതൽ ആക്ടിവിറ്റീസ് നടത്തുന്നോ അത്രത്തോളം പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി പബ്ലിക് എക്സ്പെൻഡിച്ചർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ഡെവലപ്മെൻറ്റൽ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ വികസന ചെലവെന്നും വികസനേതര ചെലവുകൾ എന്നിങ്ങനെ 2ആയിട്ട് പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്താണ് പൊതുചെലവ്? വികസനേതര പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിക്കുന്ന ധനമാണ് പൊതുചെലവുകൾ എന്നറിയപ്പെടുന്നത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലമാകുന്നതിനനുസരിച്ച് പൊതുചെലവുകളും വർദ്ധിക്കുന്നു. പൊതുചെലവുകളെ നമുക്ക് 2ആയിട്ട് തിരിക്കാം, വികസന ചെലവുകളെന്നും വികസനേതര ചെലവുകളെന്നും. അടുത്തത്, വാട്ട് ഈസ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ? എന്താണ് വികസന ചെലവുകൾ? Expenditure directly related to economic and social development of the country are called developmental expenditure. നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദേ കോൺട്രിബ്യൂട്ട് ഗ്രേറ്റ്ലി ടു ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ കൺട്രി. കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്തിന്, സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത് വളരെ വലിയ പങ്ക് വഹിക്കുന്നു. എങ്ങനെയാണ്? ബൈ സ്റ്റിമുലേറ്റിംഗ് ഇറ്റ്സ് റിയൽ എക്കണോമിക് കണ്ടീഷൻ ആൻഡ് പ്രൊഡക്ഷൻ. ഇവ രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തെയും യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയെയും ഉത്തേജിപ്പിക്കുന്നതിനാലാണ് ഇത് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നു എന്ന് പറയുന്നത്. സോ ദീസ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ആർ ആൾസോ നോൺ ആസ് പ്രൊഡക്ഷൻ കോസ്റ്റ്. അതുകൊണ്ട് ഇവയെ നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്പാദന ചെലവുകളെന്ന് വിളിക്കുന്നു. ദ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ഫോർ കൺസ്ട്രക്ടിംഗ് റോഡ്സ്, ബ്രിഡ്ജസ്, ഹാർബേഴ്സ് ആൻഡ് ടു സ്റ്റാർട്ട് ന്യൂ എൻ്റർപ്രൈസസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ കൺസിഡേർഡ് ആസ് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് റോഡിൻ്റെ കൺസ്ട്രക്ഷൻ, പിന്നെ ബ്രിഡ്ജസ് പാലങ്ങളുടെ കൺസ്ട്രക്ഷൻ, ഹാർബേഴ്സ് തുറമുഖങ്ങളുടെ കൺസ്ട്രക്ഷൻ, പിന്നെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കൽ, പിന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരംഭിക്കൽ, ഇതിനെയൊക്കെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് വികസന ചെലവുകൾ? രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനത്തിൽ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളെ വികസന ചെലവുകൾ എന്ന് വിളിക്കുന്നു. ഇവ രാജ്യത്തിന്റെ ഉൽപ്പാദനത്തെയും യഥാർത്ഥ സാമ്പത്തിക വ്യവസ്ഥയെയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിനാൽ ഇവയെ ഉൽപ്പാദന ചെലവുകളെന്നും വിളിക്കുന്നു. റോഡ്, പാലം, തുറമുഖം എന്നിവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളാണ് വികസന ചെലവുകളായി കണക്കാക്കുന്നത്. അടുത്തത്, വാട്ട് ഈസ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ? നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ ഇസ് ദ വൺ ഇൻകേർഡ് ബൈ ദ ഗവൺമെന്റ് ഓൺ എ റെഗുലർ ബേസിസ് ഫോർ നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് പബ്ലിക് സർവീസസ്. രാജ്യ താൽപര്യങ്ങൾക്കും പൊതുസേവനങ്ങൾക്കുമായി സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകളാണ് വികസനേതര ചെലവുകൾ എന്നറിയപ്പെടുന്നത്. എക്സ്പെൻസസ് ഇൻവോൾവ്ഡ് ഇൻ ഡിഫൻസ്, ഇൻട്രസ്റ്റ്,
പെൻഷൻ, എപ്പിഡമിക് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കം അണ്ടർ ദിസ്. അതായത് ഡിഫൻസിലുണ്ടാകുന്ന എക്സ്പെൻസ്, പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക്, പിന്നെ പലിശ ഇനത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, പെൻഷൻ ഇനത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, എപ്പിഡമിക് മഹാമാരികളൊക്കെ വരുമ്പോൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ ഒക്കെ വരുന്ന ചെലവുകൾ ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. ഏതിൽ? നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറിൽ. എന്താണ് വികസനേതര ചെലവുകൾ? രാജ്യ താൽപ്പര്യങ്ങൾക്കും പൊതുസേവനങ്ങൾക്കുമായി സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകളാണ് വികസനേതര ചെലവുകൾ എന്നറിയപ്പെടുന്നത്. പ്രതിരോധം, പലിശ, മഹാമാരി, പെൻഷൻ, പ്രകൃതി ദുരന്തം തുടങ്ങിയവയ്ക്കുള്ള ചെലവുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇവിടെ കുറേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വികസന ചെലവുകളും വികസനേതര ചെലവുകൾ, ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. ഇത് പേജ് നമ്പർ 159, നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലെ പേജ് നമ്പർ 159. ഇതിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യണം. ഇവിടെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്, എനർജി ജനറേഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് സ്കൂള്, ഇൻഡസ്ട്രീസ്. നോൺ ഡെവലപ്മെന്റലിൽ വരുന്നത് ഇൻട്രസ്റ്റ്, എപ്പിഡമിക്, വാർ, വെൽഫെയർ, പെൻഷൻ, ഡിഫൻസ്, ലയബിലിറ്റി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സബ്സിഡീസ്. അതിൻ്റെ മലയാളം മീഡിയംകാർക്കുള്ളത് വികസന ചെലവുകൾ, ഊർജ്ജോൽപാദനം, റോഡ് നിർമ്മാണം, വിദ്യാലയ നിർമ്മാണം, വ്യവസായശാലകൾ. വികസനേതര ചെലവുകളിൽ വരുന്നത് പലിശ, മഹാമാരി, ക്ഷേമ പെൻഷൻ, കടബാധ്യത, സബ്സിഡികൾ, യുദ്ധം, പ്രതിരോധം, പൊതുഭരണം. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം നോട്ട്സാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ഇങ്ങനെ മതിയോ നോട്ട്സ് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക.